സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി ക്വിസ് വിവാദത്തിൽ. സർക്കാരിന്റെ നേട്ടങ്ങൾ ചോദ്യത്തിൽ ഉൾപ്പെടുത്തിയതാണ് വിവാദമായത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രാഷ്ട്രീയം കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുന്നുവെന്ന് കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനകൾ കുറ്റപ്പെടുത്തി. അവരുടെ പ്രതികരണം വന്നിട്ടുണ്ട്. ആ വിഷയത്തിൽ കേൾക്കാം. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കാണുന്നത്. കേന്ദ്രം അനുവർത്തിക്കുന്ന അതേ ഫാസിസ്റ്റ് ലൈനിലേക്ക് വരികയും തെരഞ്ഞെടുപ്പ് പരാജയം മുന്നിൽ കണ്ട് കുട്ടികളെ കൂടി രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന ഒരു രീതിയിലേക്ക്, അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസത്തെ ദുരുപയോഗം ചെയ്യുന്ന ഒരു രീതിയിലേക്ക്, കേൾവിയില്ലാത്ത ഒരു കാര്യത്തിലേക്ക് കേരളത്തിലെ ഗവൺമെൻറ് പോവുകയാണ്. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി. ഷഫീദ്, ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി ക്വിസ് മത്സരമാണ്. പക്ഷേ ഇതിൽ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം മുഖ്യമന്ത്രിയുടെ പേര് വരുന്ന തരത്തിലേക്കായിപ്പോയി എന്നതാണ്. ഭരണനേട്ടം എന്നതിനപ്പുറത്തേക്ക് എല്ലാത്തിൻ്റെയും ഉത്തരം മുഖ്യമന്ത്രിയുടെ പേരാണ് എന്നുള്ളതാണ്. എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്? വിവരങ്ങൾ എങ്ങനെയാണ്? ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾ ഈ CM ക്വിസിനെ കാണുന്നത്. സാധാരണഗതിയിൽ സർക്കാർ സംവിധാനങ്ങൾ ഇത്തരം സംവിധാനങ്ങൾ വരുന്നതും മാത്രവുമല്ല, ഇങ്ങനെയുള്ള വലിയ ഓഫർ പ്രൈസുകൾ, അതായത് സമ്മാനത്തുകയൊക്കെ കിട്ടുന്നത് വലിയ കാര്യമായിട്ടാണ് കുട്ടികൾ കണ്ടത്. എന്നാൽ ഇതിന്റെ ആദ്യ ദിവസം തന്നെ വിവാദത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതായത് പ്രതിപക്ഷ അധ്യാപക സംഘടനകളുടെ ഇക്കാര്യത്തിലെ ആക്ഷേപം ഈ സർക്കാരിന്റെ ഭരണനേട്ടങ്ങളടക്കം ഇതിൽ ചോദ്യവും ഉത്തരവുമായിട്ടൊക്കെ വന്നു എന്നുള്ളതാണ്. മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ പേര് ഉത്തരമായി വരുന്ന ചില ചോദ്യങ്ങൾ ഉണ്ട് എന്നുള്ളതും ഇപ്പോൾ അവരെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ ഈ ചോദ്യാവലി, അതായത് ഇവർക്കൊപ്പം കൊടുത്തിരിക്കുന്ന ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസ് സ്കൂൾ പ്രാഥമിക റൗണ്ടിന്റെ ഒരു ചോദ്യാവലിയും മാർഗനിർദ്ദേശങ്ങളും ഒക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ തന്നെ രണ്ട് കാര്യങ്ങൾക്കാണ് ഇപ്പോൾ ഇവർ ചില ക്ലെയിമുകൾ പറയുന്നത്. അതായത് 4ാമത്തെ ചോദ്യമായിട്ടുള്ള ഇന്ത്യയിൽ ആദ്യമായി അതിദാരിദ്ര്യമുക്തമായ സംസ്ഥാനം കേരളമാണ്. 2025 നവംബർ 1 ഈ പ്രഖ്യാപനം നടത്തിയത് ആര് എന്നുള്ളത് 1ാമത്തെ ചോദ്യം. അതിൽ അതേപോലെ തന്നെ 7ാമത്തെ ചോദ്യം, എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്പാർട്ട്, ഏത് വകുപ്പിന്റെ ആപ്തവാക്യങ്ങളാണ് തുടങ്ങി കായിക പ്രവർത്തനങ്ങളിലൂടെ ലഹരിവിരുദ്ധ ബോധവൽക്കരണം ലക്ഷ്യമിടുന്ന സംസ്ഥാന കായിക വകുപ്പിന്റെ ക്യാമ്പയിൻ ഏത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അത് സർക്കാരിന്റെ ഭരണനേട്ടങ്ങൾ പറയുന്നതാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് കുട്ടികളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന രീതിയിലുള്ള സമീപനം സർക്കാർ സ്വീകരിച്ചു എന്നുള്ളതാണ് KPST അടക്കമുള്ള പ്രതിപക്ഷ കോൺഗ്രസ് സംഘടനകളുടെ അവരുടെ നിലപാട്. ഈ വിഷയത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകും വരും മണിക്കൂറുകളിൽ. അനുജ, അതാണ് ഇതിനോടകം തന്നെ പ്രതിഷേധ സ്വരങ്ങൾ ഉയർന്നിട്ടുണ്ട്. ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫിയാണ് അങ്ങനെ വിവാദത്തിലായത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.